ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. ഒരു അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ദിവസത്തെ കാഴ്ചകളാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ ദാ ഇവിടെ നിന്നിട്ട് കുരുമുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരെ എഴുന്നേറ്റ് വന്നപ്പോൾ കേട്ടുള്ള കാഴ്ചയല്ല, അടുക്കളയിൽ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ ഇവിടെ നിന്നത് പൊട്ടിക്കണ കണ്ടത്. നമ്മുടെ ബാക്കിൽ ഇതുപോലെ ഒരു ചെറിയ ജാതിത്തോട്ടമുണ്ട്. നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതും ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അധികം വെയിലായിട്ടില്ല, എന്നാലും ചൂട് കാലമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ഇഫക്റ്റ് നമുക്ക് ശരിക്കും കിട്ടും. അപ്പം തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ജാതിക്കയും അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിൽ ഉദിക്കുന്നതിന് മുന്നേയുള്ള കാഴ്ചകളാണ് കേട്ടോ. നിറയെ കിളികളും ഒക്കെ ഉണ്ടാവും. രാവിലെ തന്നെ നല്ല കളകളായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ. അങ്ങനെ അച്ഛൻ വളരെ ക്ഷമയോടുകൂടി ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് കേട്ടോ ഈ കുരുമുളകിൻ്റെ പൊട്ടിക്കലും അത് ഉണക്കലൊക്കെ ചിലപ്പോൾ അമ്മ മിക്കവാറും ചെയ്യാറുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അച്ഛൻ തന്നെയാണ്. നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ പറമ്പിലൊക്കെ വെള്ളം കയറിയപ്പം എല്ലാം നശിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് നട്ട് ആയി വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ബാക്കിലെ 2 കരിവേപ്പാണ്. ഒരു ചെറിയ കരിവേപ്പ് 2 ബാക്കിൽ നിൽപ്പുണ്ട്. അത് അത്യാവശ്യം നമുക്ക് ഓടിച്ചെന്ന് പൊട്ടിക്കാൻ പാകത്തിന്. ഇതൊരു പയറും കൂടെ ആ കരിവേപ്പിൻ്റെ താഴെ അമ്മ നട്ടത് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പയർ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സംഭവം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ അമ്മ പടർത്തിയിട്ട് കുറച്ച് പയർ നമുക്ക് എപ്പോഴും കിട്ടും. അത് വേറെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട വരാറില്ല. കുരുമുളക് അത്യാവശ്യം നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണ് അച്ഛൻ. ഇതിൻ്റെ ആ തിരിന്ന് മാറ്റിയെടുക്കണമല്ലോ, അതൊന്ന് ഞെരടിയെടുക്കാം. ഞെരടിയെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് തിരിയിൽ പിന്നെയും പോരാതെ നിൽക്കുന്നതൊക്കെ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ വേർപിടിച്ചെടുക്കണം. അതല്ലെങ്കിൽ കാലുകൊണ്ടൊക്കെ ഞെരടി എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കറിയും ഇരുന്നത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുറുമ ഉണ്ടാക്കിയതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇത്തിരി ചിക്കൻ കറി ഉണ്ട്, ഇത്തിരി കടലക്കറി ഉണ്ട് ഇന്നലത്തെ രാവിലത്തെ. അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ പുട്ട് നമ്മുടെ ഇവിടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയ അരിയും കൊണ്ടാട്ടോ പുട്ട് ഉണ്ടാക്കിയേക്കണേ. നല്ല ടേസ്റ്റാണ്. ഈ നമ്മൾ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കണ പുട്ട്, നെല്ല് കുത്തി നമ്മൾ എടുത്തുണ്ടാക്കണ പുട്ടിനൊക്കെ നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ കാണിച്ച ആ പാഷൻ ഫ്രൂട്ടും നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ ഒരു പണി ചെയ്യാൻ പോവാണ്. എണ്ണ കാച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് എണ്ണ കാച്ചണേ. ഇരുമ്പ് ചട്ടിയിൽ എണ്ണ കാച്ചണ കുറച്ചുകൂടെ നല്ലതാണ്. ആ ഒരു അയണിൻ്റെ ഒരു ഇതും കൂടെ ഇതിന് കിട്ടും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുമ്പ് ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പുറത്തെ വീട്ടിലും ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കൃഷികളൊക്കെ കാണാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പയർ, തക്കാളി, വാഴ, ചീര ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എണ്ണ കാച്ചുന്നത് 2 സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഉലുവയും നിറയെ കരിവേപ്പിലയും. അപ്പോൾ കരിവേപ്പിലയുടെ എണ്ണ മുടിക്ക് നല്ലതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരിവേപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചി ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ചെമ്പരത്തി, നെല്ലിക്ക, പിന്നെ കറ്റാർ വാഴ എല്ലാം ഇട്ടിട്ട് മിക്സ് ഒരു കൂട്ടം സാധനങ്ങൾ, മുടിക്ക് നല്ല ഒരു കൂട്ടം സാധനങ്ങളൊക്കെ ഇട്ട് എണ്ണ കാച്ചിട്ടുണ്ട്. പിന്നെ കൈയുണ്ണിയം ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാനിത് മാത്രം ഇട്ട് ചെയ്യണേ. ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല അവൈലബിലിറ്റി ഉള്ള ഒരു സാധനം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ, ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അത് ഞാനിവിടെ അടുത്തൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. നല്ല വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ച എണ്ണയിൽ ഞാൻ 1 ലിറ്ററിൻ്റെ നിന്ന് ഏകദേശം ഒരു പകുതിയോളം, മുഴുവനും എടുത്തിട്ടില്ല, എന്നാലും ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ എണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ ഉലുവയും കരിവേപ്പിലയും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുക. എന്നിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചത്. അപ്പോൾ അതവിടെ ഇരുന്ന് ഒരുപാട് തീ വെക്കണില്ല, ഒരു മീഡിയം തീയിലിരുന്നിട്ട് ആയി കിട്ടണം. ഒരുപാട് തീ വെച്ചാൽ പെട്ടെന്ന് ആ കരിവേപ്പിലയുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം തീയിലാവുമ്പം അത് പയ്യെ ഇരുന്ന് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി ശരിയാവും. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ അതിലെ കരിവേപ്പിലയിലുള്ള ജലാംശം ഇങ്ങനെ നന്നായിട്ട് വറ്റി
അധികം താമസമൊന്നും എടുക്കില്ല കേട്ടോ, ഒരുപാട് നേരമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എണ്ണ റെഡിയായി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പതപത പോലെ വരുമല്ലോ, അതെല്ലാം മാറി ഇതിപ്പോൾ ഒരിത്തിരിയും കൂടെ ഒന്ന് ജലാംശമുണ്ട്, അതും കൂടെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഈ കളറാവും കേട്ടോ എണ്ണ. നല്ലൊരു ഗ്രീനും അല്ല ഒരു ബ്രൗണും അല്ലാത്ത രീതിയിൽ ആ ഒരു കളറിലേക്ക് വരും. പിന്നെ 2 കുരുമുളകും കൂടെ ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്, കാരണം പെട്ടെന്ന് കറച്ചു പോകാതിരിക്കാനായിട്ട് അത് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു ഹലോ പറഞ്ഞേ പാറു. നമ്മളെവിടെ പോവാന്ന് പറഞ്ഞേ പാറു? എവിടെ പോവാ പാറു? ഞങ്ങൾ പാറുവിൻ്റെ മുടി വെട്ടാൻ പോവാ കേട്ടോ. ഇവിടെ അടുത്തൊരു പാർലറുണ്ട്, മിലൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നാട്ടിൽ വരുമ്പോൾ മിക്കവാറും മുടി വെട്ടും ആളുടെ. അപ്പം ഇവിടെയാണ് എപ്പോഴും കൊണ്ടുപോകാറ്. കുഞ്ഞിലെ ആദ്യമായിട്ടും മുടി വടിച്ചതും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോവാ അല്ലേ പാറുമ്മ? കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ വെട്ടിയത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായില്ല. ആ ഷേപ്പൊക്കെ ചെറുതായിട്ടൊരു ഇതായിട്ട് പോയി. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്യാറുണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ. എപ്പോഴും ഒരാൾ തന്നെയാണ് ഇവരുടെ മുടി കട്ട് ചെയ്യാറ്. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അല്ലേ പാരുമ്മ? അത് നമ്മളെ എത്തിയിട്ടോ, സ്ഥലം എത്തി. ഇതിൻ്റെ മുകളിൽ കാണണമില്ല. അങ്ങനെ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാറുവിൻ്റെ മുടി വെട്ടിക്കാൻ വന്നു. സ്ഥിരം വരുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ തന്നെയാണ് വന്നത്. സെയിം അവിടെ ആ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്, ഒന്ന് ട്രിം ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ മുടി ഇത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു. ഈ ചെന്നൈയിൽ അധികം ആയിട്ടില്ല വെട്ടിയത്, എന്നാൽ പോലും കുട്ടികളുടെ മുടിയല്ലേ, പെട്ടെന്ന് ആ നീളം വെക്കുമ്പം ഈ ഒരു ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ടും പെട്ടെന്ന് ആ കണ്ണിലേക്ക് വരുമ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ടും കൊച്ചിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ എന്നാൽ നാട്ടിൽ വന്നാലേ എന്ന് വിചാരിച്ച് അങ്ങ് വെട്ടിയതാണ്. അങ്ങനെ ആൾ മുടിയൊക്കെ വെട്ടി റെഡിയായി. ചോക്ലേറ്റും പിന്നെ ചെറുതായിട്ട് വീഡിയോ കാണലൊക്കെയാണ് ഇതിന് ആളെ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് അവർ മുടി വെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ പോകണം ഈവനിങ്ങിൽ. പാറു 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 വിളിയേട്ടേടാ എന്തോ പാറു നമ്മളെവിടെ പോവാ പാറു? അമ്പലത്തിൽ വൈക്കത്ത് പോവാണോ പാറു? പറയടാ. അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾ വൈക്കത്തമ്പലം വരെ പോവാണ് കേട്ടോ. അപ്പം ഞാനിതാ സെറ്റ് മുണ്ട കൊടുത്തിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ മുണ്ടും നേരിയതെന്ന് പറയണേ. ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഉടുക്കുമ്പോൾ ഏറ്റവും സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വൈക്കത്ത് അമ്പലത്തിന് മുന്നേ ആയിട്ട് ഉദയനാപുരം അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ വൈക്കത്ത് തന്നെയുള്ളൊരു അമ്പലമാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ്ങിൽ വരുമ്പോൾ വലിയ തിരക്കുണ്ടാവാറില്ല. അപ്പം നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെ നടന്ന് തൊഴുത് വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അമ്പലത്തിൻ്റെ ആ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ അവിടേക്കാണെങ്കിലും ഒരു പ്രത്യേകതയാണ് കേട്ടോ. നല്ല വലുതാണ്, അതിൻ്റെ കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോൾ അതൊക്കെ അകത്ത് കയറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൊത്തുപണികളൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ ഒരു മയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടിൽ പോയിട്ട് നമ്മളെപ്പോഴും പാറുവിനെ കാണിക്കാറുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നോക്കിയപ്പം കാണുന്നില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴാണ് മരിച്ചുപോയി. ഒരു 18 വർഷമായി ഇവിടെ വന്നിട്ട്. 22 വയസ്സോളം പ്രായമുള്ളതായിരുന്നു. അപ്പോൾ പ്രായാധിക്യം കൊണ്ടത് മരിച്ചു പോയതാട്ടോ. ഇവിടെ നോക്കിയേ, അമ്പാത്തിപ്പഴം കഴിക്കുകയാണോ? ആഹാ, ഇഷ്ടമായോ പാറു? പൂവമ്പഴം അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂക്ഷിച്ച് കുഴിയുണ്ട്.
നമ്മൾ ഉദയനാപുരത്ത് നിന്ന് നേരെ ഇതാ വൈക്കത്തെത്തിട്ടോ. അപ്പോൾ വൈക്കത്ത് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവിടുത്തെ കാഴ്ചകൾ ഇനി കാണാം. പാറുമാവാ വീഴും പതിയെ സ്ലോ സ്ലോ. വാ 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 കാറ്റ കൊടുത്തോ. ബൈ പറയ്. വീഴല്ലേ ഭഗവാനേ. വൈക്കത്ത് അമ്പലത്തിൽ എപ്പോൾ വന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആണ് തിരിച്ചു പോവാറ്. മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ വരാറ്. അപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടാവില്ല. സമാധാനമായിട്ട് നമുക്ക് ആ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആ വിളക്കൊക്കെ തെളിയിക്കുന്നതൊക്കെ കണ്ട് ഇരുന്ന് സമാധാനപരമായിട്ട് നമുക്ക് പോകാം കേട്ടോ. അതും വലിയൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ലൈഫിൽ തരുന്നത്. നമ്മൾ ഇവിടുന്ന് നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന് തൊഴുതാതെ പോകുന്നത് നമുക്ക് ഭയങ്കര സങ്കടമാണ്. കഴിഞ്ഞ തവണ ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. ഇത്തവണ എന്തായാലും ഇവിടെ വന്നിട്ടേ പോവുള്ളൂ എന്ന് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് തൊഴുത് കുറച്ച് നേരം ഇരിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. ചെന്നിട്ട് 1-2 കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ പോണത്. ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ലൊരു ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല ആർക്കാണെങ്കിലും. അങ്ങനെ നമ്മളൊരു പ്രദക്ഷിണമൊക്കെ പുറത്ത് വെച്ചിട്ട് തിരിച്ച് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഈ നമ്മുടെ അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ തന്നെ പഴമയുടെ ഒരു ഭംഗിയും ഒക്കെ വിളിച്ചു ഓതുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് തൊഴേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ വൈക്കത്തമ്പലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയിരുന്നു. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വീഡിയോസ് ഞാൻ ചെന്നൈയിലുള്ളതും നാട്ടിലുള്ളതൊക്കെയാണ്, ഡേ ഇൻ മൈ ലൈഫും ഒക്കെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ സമയം അനുസരിച്ചിട്ട് ഞാൻ പഴയ നാട്ടിലെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്, അതെല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട. താങ്ക് യു. ബൈ.